ഹായ്. മീൻ കറി അതിഷ്ടമുള്ള എത്ര പേരുണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് എൻ്റെ അമ്മച്ചി ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ അത്ര ഒന്നുമില്ലെങ്കിലും ഏതാണ്ട് അതിൻ്റെയൊക്കെ അടുത്ത് ഇങ്ങനെ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തേക്കുന്ന മീൻ കൊഴിയാള എന്ന് പറയട്ടോ. അതിന് ഇവിടെ പറയുന്ന പേര് റൗണ്ട് സ്കാഡ് എന്നാണ്. ഞാനിത് ആദ്യമായിട്ടാണ് വെക്കണേ, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം ഒരു ചട്ടിയാണ് വേണ്ടത്, പക്ഷേ എൻ്റെ കയ്യിൽ ചട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഒരു പാനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിക്കുക. ഒലിവ് ഓയിലിനും കേമം വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ. ശേഷം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ഒരു 5 ചുവന്നുള്ളി, 3 പച്ചമുളക്, കുറച്ച് കറി ലീവ്സ് ഇത് നന്നായി വഴറ്റിയെടുക്കണം. എന്നിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാൻ മറക്കല്ലേ, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ എന്നോട് അമ്മച്ചി പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് വഴറ്റാനായിട്ട് കുറച്ച് ഉപ്പിട്ടാൽ മതിയെന്ന്. അത് ശരിക്കും വർക്കൗട്ട് ആവും കേട്ടോ. ഇതെല്ലാം നന്നായി വഴന്നതിന് ശേഷം ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി ചൂടാക്കണം. ഞാൻ അവിടെ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതേപോലെ തീ കുറയ്ക്കാൻ മറക്കല്ലേ, ഇല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോവേ. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറിക്കഴിയുമ്പോൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച കുടംപുളി എടുത്ത് നന്നായിട്ട് പിഴിഞ്ഞ് ഇതിലോട്ട് ചേർക്കണം. ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് കേട്ടോ ഞാൻ ഈ കുടംപുളി സോക്ക് ചെയ്ത് വെച്ച് ജസ്റ്റ് മീനൊക്കെ വൃത്തിയാക്കുന്നതിന് മുമ്പാണ് വെച്ചിട്ടുള്ളൂ. അത്രയും നേരം ഇരുന്നാൽ മതി. അത് നന്നായിട്ട് ചേർത്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് തിളപ്പിക്കാൻ വെക്കണം മൂടി വെച്ചിട്ട്. പിന്നീട് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ടാകും കേട്ടോ. അത് കഴിഞ്ഞ് നന്നായിട്ട് ഇത് തിളപ്പിച്ചതിന് ശേഷം ഈ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ കഷ്ണങ്ങൾ ഇതിലോട്ട് ചേർക്കണം. എന്നിട്ട് ഈ മസാലകളുടെ എല്ലാം ഇടയിൽ കിടന്ന് ഈ മീൻ നന്നായിട്ട് വേവണം. നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ പാത്രം ഇങ്ങനെ ചുറ്റിച്ചെടുക്കാനേ പാടുള്ളേ. പിന്നെ കയ്യിലിട്ട് നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ മീനെല്ലാം പൊടിഞ്ഞു പോകും. അപ്പോൾ പാത്രം ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കുക, നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രം. എന്നിട്ടൊരു ഇച്ചിരി മൂടി പിടിപ്പിക്കാനായിട്ട് കറിവേപ്പില വിതറി കൊടുക്കണം. അത്രേ ഉള്ളൂ, നമ്മുടെ മീൻ കറി റെഡി. എൻ്റെ ദൈവമേ, ഇത് അടുത്ത ദിവസം കഴിക്കാൻ എന്നാ രുചിയാണെന്നറിയോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, എന്നിട്ട് കമൻറ്റും ചെയ്യണം എങ്ങനെയുണ്ടെന്ന് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ വീഡിയോയ്ക്ക് വേണ്ടി എന്നെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ബായ്.